Hi dears, welcome back. ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ എടുത്തിട്ടുള്ളതാണ്. ആസ് യൂഷ്വൽ എന്നത്തെയും പോലെ ഫ്രൈഡേയിലെ ഒരു വ്ളോഗ് തന്നെയാണ് കേട്ടോ. ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയേണ്ടിയിരിക്കും, കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഫ്രൈഡേയിലൊക്കെ മോർണിംഗ് ആണ് പുറത്തിറങ്ങിയിരുന്നത്. അപ്പോൾ ഈ വീക്കിലും അതുപോലെ പോയി, കുറച്ച് നേരത്തെ പോയിട്ട് ഒരു 6:30 എല്ലാം ആകുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്തുള്ള പുറത്തു പോക്ക് നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് വൈബാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് ആസ്പിയർ പാർക്കിലേക്കായിരുന്നു കേട്ടോ. ഇക്കൊരു ടോർച്ചിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് മാറിയപ്പം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ഇങ്ങോട്ട് വരാറുള്ളൂ. ഇവിടെ പിന്നെ അറിയണ്ടായിരിക്കുമല്ലോ, കുറച്ചധികം തന്നെ ഇവിടെ നടക്കാനുണ്ട്. പിന്നെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡേകളിലൊക്കെ നമ്മൾ പുറത്തിറങ്ങാറ് ഉച്ചയ്ക്ക് ഫുഡെല്ലാം കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം 2-3 വട്ടം ഇങ്ങനെ പോയപ്പോൾ നമുക്കതൊരു ഇൻട്രസ്റ്റ് ആയി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങുന്നൊരു ഇഷ്ടമായി തുടങ്ങി. പിന്നെ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കുറേ ഡക്കൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് സമയമൊക്കെ അവിടെ നിന്നു കേട്ടോ. പിന്നെ മക്കൾക്കും അത് നല്ലോണം ഇഷ്ടമായി. പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ അതിനുശേഷം പിന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നേ കുറച്ച് സമയമൊക്കെ ഇവിടെ നിന്നിട്ട് അപ്പുറത്ത് തന്നെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മക്കൾ പറഞ്ഞു അവർക്കൊന്ന് കുറച്ച് നേരം ഒന്ന് അവിടെ കളിക്കണം എന്നുള്ളത്. അപ്പോൾ പിന്നെ അവരൊന്ന് എന്തായാലും കളിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് സമയം അവിടെയും കൂടെ നിന്നേ. അത്യാവശ്യം നല്ല കാറ്റുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ട് മക്കളെയും കൂടെ ഒന്ന് ഹാപ്പി ആക്കിയിട്ട് തിരിച്ച് റൂമിലേക്ക് പോകുന്നത്. പിന്നെ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ജസ്റ്റ് ഒരു ചായ കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. അപ്പം വേറൊന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, സമയം കുറച്ചായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചായ കുടിക്കാനായിട്ട് കയറാമെന്ന് വിചാരിച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേക്ക് ഇവിടെ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ ഇവിടെ വരുമ്പം നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകാറുണ്ട് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് ചായ കുടിച്ചത്. ആ ഒരു സമയത്ത് പിന്നെ നമ്മൾ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ റൂമിൽ പോയിട്ട് വേണമായിരുന്നു ഉച്ചക്കുള്ള ഫുഡൊക്കെ ആക്കാനായിട്ട്. അപ്പോൾ പിന്നെ അന്നൊക്കെയുള്ള കുറച്ച് സാധനങ്ങളൂടെ വാങ്ങിക്കേണ്ടിയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഷോപ്പിലും കൂടെ കയറി. ഈ ഒരു ഷോപ്പിനെ കുറിച്ചിട്ട് ഞാൻ മുന്നത്തെ ഒരു വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് പിന്നെ അവിടുന്ന് അത്യാവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടാണ്. പിന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ടൊരു ഷോപ്പിൽ എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നോക്കേണ്ടിയിരുന്നു. അപ്പം ഇക്കാൻ്റെ അടുത്ത് കയറാമെന്ന് വെച്ചപ്പോൾ ആൾ ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ അവിടെയും കൂടെ ഒന്ന് കയറിയേ. റമദാൻ സ്റ്റാർട്ട് ആവുന്നതുകൊണ്ട് തന്നെ അതിന് പറ്റിയിട്ടുള്ള ഒത്തിരി ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ഇതുപോലെയുള്ള കുറേ ഗ്ലാസ് ജാർസൊക്കെ അവൈലബിൾ ആയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴത്തെയും പോലെ എനിക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയി ഏതെടുക്കേണ്ടതെന്നുള്ളത്. പിന്നെ ഞാൻ കുറച്ചായിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്ന 2-3 ഗ്ലാസും ഒക്കെ അവിടെ നിന്ന് എനിക്ക് കിട്ടിയിട്ടാ. അവിടുന്ന് പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ അങ്ങനെ റൂമിലേക്ക് പോയി. റൂമിൽ വന്നിട്ട് പിന്നെ ഫുഡൊക്കെ ആക്കാനായിട്ട് ഇന്ന് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്നിട്ട് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ പോകുന്ന സമയത്ത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ചെമ്മീൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഐസൊക്കെ ഒന്ന് വിടാനായിട്ട്. അതുപോലെ ഇന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കാനായിട്ട് കസിനും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയും കൂടി കാണിക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി റെസിപ്പി മാത്രമായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ മുന്നേ ഉണ്ട് അത്. അപ്പോൾ എന്തായാലും അതും കൂടെ ഇതിലൊന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. ചെമ്മീനെ കഴുകി ക്ലീൻ ആക്കിയിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. പിന്നെ ബിരിയാണിക്ക് ആവശ്യത്തിനുള്ള അരി കഴുകി ക്ലീൻ ആക്കിയിട്ട് കുറച്ച് സമയം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം. ഞാനിപ്പോൾ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. അതാണ് എനിക്കൊന്നും കൂടെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഒരു 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ബിരിയാണിക്ക് എത്രത്തോളം മസാല വേണം അതിനനുസരിച്ചിട്ട് ഇതിലെല്ലാം മാറ്റങ്ങൾ വരുത്താം കേട്ടോ.
ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് നെയ്ച്ചോറാക്കിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് വേവിച്ചിട്ട് അങ്ങനെ ഊറ്റിയെടുത്തിട്ട് ആഡ് ചെയ്യാം. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് അതിനേക്കാളും ഒന്നുകൂടെ ടേസ്റ്റ് ഇങ്ങനെയുണ്ടോ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നെയ്ച്ചോറൊക്കെ ഞാൻ എളുപ്പത്തിൽ കുക്കറിൽ വെച്ചിട്ടാണ് ചെയ്യാറ്. അപ്പം ഇതിൻ്റെ സെയിം റെസിപ്പി ഞാൻ ലാസ്റ്റ് വ്ളോഗിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണമെന്നുള്ളവർ അതൊന്ന് കണ്ടു നോക്കട്ടോ. എളുപ്പത്തിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഗീ റൈസ് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ബിരിയാണിക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതേ പാനിൽ തന്നെ അതേ ഓയിലിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് ഇതൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് വഴന്ന് വന്നാൽ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുക. തക്കാളി പിന്നെ ഒന്ന് കുക്കായി കഴിഞ്ഞാൽ പിന്നെ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടിയാണ്. ഇത് മൂന്നും മാത്രമാണ് ഞാൻ മസാലപ്പൊടികളായിട്ട് ബിരിയാണിയിലേക്ക് ആഡ് ചെയ്യാറുള്ളൂ. ഇതിനിടയിൽ പിന്നെ ബിരിയാണിക്കുള്ള തൈരും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ ആ മസാലയിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ 5 to 10 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും ചെമ്മീനൊക്കെ കുക്കായിട്ട് വരും. എന്നിട്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് അതുപോലെ തന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നോക്കിയിട്ട് ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞാൽ ബിരിയാണിക്കുള്ള മസാല റെഡി. ഇനി ഇത് ദം ചെയ്തെടുക്കുക. അതിന് വേണ്ടിയിട്ട് മസാലയിൽ നിന്ന് ഹാഫ് എടുത്ത് മാറ്റാം കേട്ടോ. അതിനുശേഷം നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് ഉണ്ടല്ലോ അത് ഇതിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കും. പിന്നെ ഗരം മസാല, മല്ലിച്ചപ്പ്, ഗീ ഒക്കെ ഇട്ടിട്ട് അതിന് മുകളിലായിട്ട് വീണ്ടും ഒരു ലെയർ ചെയ്യാട്ടോ ഇതേപോലെ. എന്നിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ്സ് ഒന്ന് അടച്ചു വെക്കുക. അപ്പോഴേക്കും ഫുള്ളായിട്ടൊന്ന് സെറ്റായിട്ട് വരും കേട്ടോ. അപ്പോഴേക്കും കസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ സമയം കൊണ്ട് വേഗം സാലഡും അതൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ പുറത്ത് പോയാണ്ട് തന്നെ ഇത്തിരി സമയമൊന്ന് ലേറ്റ് ആവുകയും ചെയ്ത് പിന്നെ കുഴപ്പമില്ല കേട്ടോ. വേഗം തന്നെ ഒക്കെ റെഡിയാക്കിയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഫുഡ് കഴിച്ചിട്ട് പിന്നെ എവിടെയും പോകണില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ അവന് വന്നപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി. പിന്നെ ഇവിടെ ആ സമയത്ത് കൈറ്റ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഒന്ന് പോയി. അന്ന് അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നേ. പക്ഷെ എന്താ പറയുക, ഒരു രക്ഷയില്ല. അന്ന് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. ഭയങ്കര തണുപ്പുണ്ടായിരുന്നു. അപ്പം അധികം സമയമൊന്നും അവിടെ നിൽക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ അവിടുന്ന് പിന്നെ വേഗം പോകുന്നു കേട്ടോ. അധികം സമയം നിന്നില്ല. പിന്നെ അതിന് ശേഷം നമ്മൾ ദോഹ പോർട്ടിൽ മെയിനഡ സൈഡിലായിട്ട് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവിടേക്ക് ഒന്ന് പോയി. അവിടെ പിന്നെ മക്കൾക്ക് ഇതാ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് സമയമൊക്കെ അവരൊന്ന് അവിടെ എൻജോയ് ചെയ്ത് അങ്ങനെ പിന്നെ കുറച്ച് സമയമൊക്കെ അവിടെ നിന്നിട്ട് അങ്ങനെ റൂമിൽ പോയിട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് അന്നത്തെ കുറച്ച് വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.